ബോയ്സ് ഞാനപ്പോൾ ഇവിടുന്ന് വെക്കിറ്റ് ചെയ്ത് നമുക്ക് തൃശ്ശൂർ തന്നെയാണ് ഞാൻ ഇനി തൃശ്ശൂരിലോട്ട് പോവുകയാണ്. അപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്തത്? എൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ കുറേ സാധനം രണ്ട് മൂന്ന് കുപ്പികളാകത്തുണ്ട്. അതെല്ലാം അടുത്ത് എല്ലാം പെട്രോൾ പോലെ കുപ്പിയുടെ സ്ഥലങ്ങൾ കളയണം. വെള്ളം കുടിച്ച് കുറച്ച് നേരം കുപ്പിയുണ്ട് പുറകെ. ഇറങ്ങാം. ബോയ്സ് ടയർ പഞ്ചറാണ്. എന്തായാലും ഞാൻ ചേട്ടനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കി കാറ്റ് പോലും ഇല്ല. ഫൈനലി ടയറൊക്കെ ഞാൻ പഞ്ചർ മാറ്റി. എനിക്ക് വയ്യ. ഞാനത് കാറ്റടിച്ചായിരുന്നു ഇതിനു മുമ്പേ. ആ ടയറത് കാറ്റില്ലെന്നും പറഞ്ഞാൽ നേരത്തെ 2-3 ദിവസം മുമ്പ് കാറ്റടിച്ച് ഇന്നിപ്പോൾ പഞ്ചറാണെന്ന് ഉറപ്പിച്ച് ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ നോക്കി. ഇനി അത് കുറേ നേരം എനിക്ക് ഈ ഫുൾ ട്രിപ്പ് തീരുന്നവരെ അത് സെറ്റായി കിട്ടിയാൽ മാത്രം മതി. അല്ലെങ്കിൽ എനിക്ക് ടയർ ഒട്ടിക്കാൻ തിരിച്ച് വണ്ടിയൊക്കെ കൊണ്ടുവണ്ടിയൊക്കെ വരും. അതൊന്നും പറ്റത്തില്ല കേട്ടാ. എന്തായാലും തൃശ്ശൂരിലെ കഴിക്കാനുള്ള സ്ഥലത്തോട്ട് പോകേണ്ടി വരും. എനിക്ക് പനി പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തൊണ്ടയിൽ ഇൻഫെക്ഷൻ കണ്ടായിരുന്നു. എല്ലാം സെറ്റാ. ഇനി എന്തായാലും ടേസ്റ്റ് പോലും ഫീൽ ആകത്തില്ലെന്ന് തോന്നുന്നു. എന്തിലാട്ടെ ഇപ്പൊ നമുക്ക് എന്തായാലും തൃശ്ശൂരിലോട്ട് പൊക്കൊണ്ടിരിക്കുക. യു കാൺ മേക്ക് ദിസ് അപ്പ് മാൻ. ലൈക്ക് ഇതെങ്ങനെ? ഞാൻ പുറകിലെ ടയർ പഞ്ചർ റെഡിയാക്കിയപ്പം അത് റെഡിയാക്കി, ഫ്രണ്ടിലത്തെ ഫ്ലാറ്റായി. ഇതെങ്ങനെ? ജാക്കിയൊക്കെ ഇടേണ്ടി വരുമല്ല. അങ്ങനെ എനിക്ക് രാവിലെ തൃശ്ശൂർ കവർ ചെയ്യേണ്ടതായിരുന്നു. അത് നോക്കട്ടെ, ജാക്കിയിടാം. ഞാൻ കൂട്ടുകാരനെ വിളിക്കട്ടെ. ഒന്നെങ്കിൽ ജാക്കിയിടാ, അല്ലെങ്കിൽ അതിലേക്ക് ചോദിക്കാൻ ചെയ്യണം. എന്തായാലും നമുക്ക് വല്ല സ്ഥലത്ത് തന്നെ പിന്നെ ഓടിച്ചോണ്ട് പോവാം. അത് ടയർ ചെയ്ത സ്ഥലത്ത് തന്നെ. വല്ല സെക്കൻഡ് ഹാൻഡ് ടയർ വല്ലതും മാറ്റാൻ പറ്റുക, അല്ലെങ്കിൽ പഞ്ചർ തന്നെയാണോ, അല്ലെങ്കിൽ കാറ്റ് പോയതാണോ. ആ വണ്ടി ഒട്ടും അനക്കാൻ പറ്റുന്നില്ല. ഞാൻ നടന്നു പോവാം അവിടെ തന്നെ. അയാളുടെ കടയുടെ നമ്പർ എനിക്ക് അറിയത്തില്ല, നോക്കിയിട്ട് ഓൺലൈൻ കിട്ടുന്നുമില്ല. ഇത്രയും ദൂരം ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു. ഞാൻ ഓർത്ത് അടുത്ത കാണാണ്, കുറച്ച് നേരം നടന്നിട്ട് എത്തുന്നില്ല. ഫൈനലി ഞങ്ങൾ ടയറിന്റെ കടയിൽ എത്തിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് ടയർ റിലിവർ റെയിൽ അത് തപ്പണമായിട്ട് പോയി ജാക്കി എടുത്തിട്ട് ജാക്കി വെച്ച് ആ ജാക്കിയായിട്ട് വണ്ടിയുടെ കൂടെ പിന്നെ ഇവിടെ സെറ്റാക്കണം. ഓട്ടോ വന്ന് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി 20 മിനിറ്റ് ഇവിടെ നിൽക്കുക. ആണ് ഈ ചേർത്ത് വിളിച്ചത്. ജാക്കി വെക്കുന്നുണ്ട്. ചേട്ടന് സ്റ്റെപ്നി ആയിട്ട് പോകുന്നുണ്ട്. അതും പോയി കിടക്കുന്ന ടയറാ. അപ്പം അതിന് പറ്റിയൊരു ടയർ നോക്കിയിട്ട് ഉണ്ടലില്ലേലും പറയാന്ന് പറഞ്ഞു. ചേട്ടൻ 5000 അടിക്കുമെന്നും പറഞ്ഞ് എനിക്ക് 4 ടിക്കറ്റ് വെച്ച് തന്നിട്ട് പോയി. അതായത് ലോട്ടറി ടിക്കറ്റുമായിട്ട് എൻ്റെ ടയർ തിരിച്ചു വന്നാൽ നമുക്കിവിടുന്ന് അനങ്ങാം, അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. എന്ത് ചെയ്യാനാണ് മോനെ, ഞാൻ തൃശ്ശൂരിൽ പെട്ട് കിടക്കുക. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നത്. ടയർ പോയിട്ടൊരു പട്ടിനെ പോലും കാണുന്നില്ല. ഞാനിങ്ങനെ ഈ മൂലക്ക് നിൽക്കുവാണ് പോലെ. എനിക്ക് വയ്യ, കൊടുക്കുന്ന ചൂട് വിയർത്ത് കുളിക്കുമായിരുന്നു. ഞാൻ കാരണത്ത് ഇരിക്കാന്ന് വിചാരിച്ചു. അതിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ തൽക്കാലം ഞാൻ വണ്ടിക്കകത്ത് കിടക്കും. ഫൈനലി ടയർ വന്നു. ചേട്ടൻ ഇത് ഫിക്സ് ചെയ്യും. ഞാൻ റോഡിലോട്ട് ഇറങ്ങട്ടെ. അപ്പൊ എന്തായാലും ടയർ റെഡിയാക്കി തന്നോണ്ട് ചേട്ടൻ. ഇനി ചേട്ടന് പൈസ കൊടുക്കണം. ഗൂഗിൾ പേ ആയിട്ട് കൊടുത്തിട്ട് കിട്ടുന്നില്ല ചേട്ടന്. അപ്പൊ എന്തായാലും ഞാൻ ഏറ്റത്തി വന്നിട്ടുണ്ട്. അവിടെ ഒരു ആക്സിസ് ബാങ്ക് ഉണ്ട്. അവിടെ പോയി ഞാൻ പൈസ എടുത്തിട്ട് ചേട്ടനോട് കൊടുക്കട്ടെ. തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ് ബോയ്സ്. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഭാരത് എന്ന് കടയിലെ ഭാരത് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഇറങ്ങിയ ഞാനാണ്. ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 മണി ആകാറായി. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. മസാല ദോശ എന്ത് ചെയ്യാല. ഞാൻ ഇപ്പോൾ എവിടെ ഒരു പാർക്ക് കിട്ടി അങ്ങോട്ട് പോകാൻ പോവുകയാണ്. എൻ്റെ ടയറൊക്കെ പഞ്ചറായി. പഞ്ചർ കടയിൽ നിന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ച് ടയർ മാറിയൊക്കെ വന്നപ്പോൾ ലേറ്റ് ആയത്. എന്തായാലും അവിടെ തന്നെ കാണാം, നമുക്ക് കടക്കാം. ഞാൻ അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാക്കി. അപ്പോൾ തൃശ്ശൂരിൻ്റെ നടുഭാഗത്ത് ഇതിലുണ്ട്. നടുഭാഗത്താണെന്ന് അറിയത്തില്ല. ഭാരത് എന്ന് പറയുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ പോകാതിരുന്നത്. എന്തായാലും കാറിനൊക്കെ തീരുമാനമായി. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഉച്ചയോട് കഴിഞ്ഞ് വൈകുന്നേരമായി. എവിടെയാണ് ഈ കട? ഞാൻ ഇങ്ങനെ കട തപ്പി നടക്കുന്ന അവിടെ കണ്ട ആ വഴിയിൽ പോയി. ആ കട എനിക്ക് അവിടെ കിട്ടിയില്ല. വണ്ടി അവിടെ അങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. വെയിലത്തൊരു തീരുമാനമായത് ഈ ഡിസ്ട്രിക്ട് ഇന്ന് തന്നെ കവർ ചെയ്യണം എനിക്ക്. അങ്ങനെ ഫേമസ് ഐറ്റം തൃശ്ശൂരിൽ എൻ്റെ കൈ കിട്ടിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരുന്നില്ല. ഒരു സോഡ സർബത്ത് കുടിച്ച് ഞാൻ ആദ്യം മേടിക്കാൻ പോയ സാധനമല്ല ഇപ്പം മേടിച്ചിരിക്കുന്നത്. അതിന് മാറ്റി പിടിച്ച് വേറൊരു ഫേമസ് ആയ സംഭവം മേടിച്ചിരിക്കുകയാണ്. ഇതാണ് ആൾക്കാർ ഫേമസ് എന്ന് പറഞ്ഞത്. ഇത് കഴിച്ചതിൻ്റെ റിവ്യൂ ഞാൻ മെയിൻ ചാനലിടാം. തൃശ്ശൂരിൻ്റെ മന്തി സ്പോട്ടിൽ നമ്മൾ മന്തി മേടിച്ചിരിക്കുകയാണ്. ഒരു മന്തി മേടിച്ച് ഒടുക്കത്തെ ഫുഡല്ലെന്നെങ്കിൽ എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു മന്തിയും ഒരു ചിക്കനും എക്സ്ട്രാ മേടിച്ചതാണ്. കുറേ ഏറെ ഫുഡ്. തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ബോയ്സ് ഞാൻ ഇടുക്കി എത്താറായി. ഇടുക്കി എന്നുള്ള മെയിൻ ഡിഷും ഫേമസ് ഡിഷും മന്തിയും കഴിക്കാൻ വന്നിരിക്കുക. നിങ്ങൾക്ക് അറിയാലോ ഇതല്ല. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഡൗട്ടല്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. കണ്ടിന്യൂറ്റിയുടെ കുറവ് വ്ളോഗ്സിനകത്ത് വരുന്നത് നിങ്ങൾ മെസ്സേജ് കണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടാ, ഞാൻ ഡെയിലി 6 വീഡിയോ എടുക്കുന്നുണ്ട്. മെയിൻ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ മറ്റേ അർജുൻ എം പി ഷോർട്സ്. അതിനകത്ത് ഞാൻ വീഡിയോ ഇടും. ഈ ഫുൾ 14 ഡിസ്ട്രിക്റ്റും കവർ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂയുടെ വീഡിയോ എല്ലാം കട്ട് ചെയ്ത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം അതുവരെ കുറച്ച് സമയം എടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടക്കിടക്ക് ആ ഭാഗങ്ങൾ സ്കിപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ 4 വീഡിയോ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഭാഗം കൂടി ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ വ്ളോഗിനകത്ത് എല്ലാം വരും. ആണ് ഇടാത്തത്. മെയിൻ ചാനലിൽ 2 വീഡിയോ വരും. ഈ മെയിൻ ഡിഷിനെ കുറിച്ചും ഫേമസ് ഡിഷും എല്ലാ ജില്ലയുടെയും പിന്നെ എല്ലാ ജില്ലയിലും മന്തിയും. ഇത് 2ഉം വരും. മനസ്സിലായി? എന്നിട്ട് ഇടുക്കി എത്തി. ഇനി ഇടുക്കിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 ജില്ലയും കൂടി.
അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നോർമൽ വ്ളോഗ്സ് ആവും. പിന്നെ ഇത് വ്ളോഗ്സിനകത്ത് തന്നെയാണ് ഞാൻ ഈ ഫുഡൊക്കെ കാണിക്കുന്നതെങ്കിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഞാൻ മെയിൻ ചാനലിന് വേണ്ടിയുള്ള കണ്ടന്റ് അതിലോട്ട് മാറ്റുന്നതുകൊണ്ട് ആ കട്ട് ഫീൽ ആവും. നമ്മൾ പിന്നെയും ഡീസൽ അടിക്കുകയാണ് 3500. എനിക്കൊന്നും ഇപ്പോൾ 21-22,000 രൂപയായി. പെട്രോൾ തന്നെ 11,500 രൂപയാണെന്ന് തോന്നുന്നു. കുറെ ലേറ്റ് ആയി മോനെ. റൂം ടൂർ. ഇപ്പം എന്താ ഞാൻ കോട്ടയത്ത് നിൽക്കുവാണ്. 9ാമത്തെ ജില്ലയാണിത്. അപ്പം വേണമെങ്കിൽ നമുക്കൊന്ന് പുറത്ത് രാത്രിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണോ. എന്തായാലും വെറുതെ എപ്പോൾ നോക്കിയാലും ഞാൻ കിടന്നുറങ്ങാം. ഞാൻ പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങിപ്പോവുക. അതിൻ്റെ മെയിൻ റീസൺ എന്ന് ഞാൻ അത്രയ്ക്ക് നടന്ന് നടക്കുന്നത്. ഞാൻ ഓടിച്ചു വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി കടയിലൊക്കെ വന്ന് മന്തി മേടിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോട്ടയത്താണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഇപ്പം 2ാമത്തെ സ്പോട്ടിലായ ഫേമസ് ഡിഷിന് വേണ്ടിയാണ് ഈ പോകാൻ പോകുന്നത്. ഞാൻ പിന്നെ അലൈനർ മറന്നു എവിടെയാണ്. അപ്പോൾ പല്ലിന് അലൈനറില്ല. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പല്ലിനെ ഞാൻ തന്നെ വിടവിട്ടിട്ട് ഇപ്പോൾ അലൈനർ മറന്നത്. ഇപ്പോൾ എന്തായാലും അടുത്ത സ്പോട്ടിലോട്ട് ഞാൻ മന്തി മേടിച്ചിട്ടുണ്ട്. ഫൈനലി അപ്പോൾ നമ്മൾ 2ാമത്തെ സ്പോട്ടിൽ നിന്നും 2ാം സ്പോട്ടല്ല ഫേമസ് ഡിഷ് മേടിച്ച് കഴിഞ്ഞു. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ എന്നാലും മെയിൻ ചാനലിലെ വീഡിയോ കാണാം, അപ്പോൾ അറിയാം. പക്ഷേ മെയിൻ ചാനൽ വീഡിയോ ഇട്ടിട്ടില്ല. പെട്ടെന്ന് ചാടി കയറി പോകുന്നു വേണ്ട. ഇടാനിനി ഞാൻ വീട്ടിലൊക്കെ എത്തിയിട്ട് ഇടത്തുള്ളൂ. ഇതിനി മന്തി ഈ സാധനം കഴിക്കണം. അയ്യോ എടാ, ഞാൻ പത്തനംതിട്ട ഇനി പോകാൻ കിടക്കുന്നു. നമ്മൾ കോട്ടയത്തെ ഫേമസ് ഡിഷും ഫേമസ് മന്തിയും കൂടി ഒരുമിച്ച് കഴിച്ചതാണെന്ന് തോന്നുന്നു. എനിക്ക് വയറുവേദന എടുക്കുന്നു. അയ്യോ വയറുവേദന കുറച്ച് നേരമായി കേട്ടോ. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ച് വയറുവേദനയായിട്ട് കിടക്കുക. അനങ്ങിയിട്ടില്ല. ഇന്ന് 2 ജില്ല കംപ്ലീറ്റ് ചെയ്യണം. ഞാനായിരുന്നു 1 ജില്ല വെച്ച് ഞാൻ ഇങ്ങനെ വയറുവേദന വെച്ച് കിടക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇവിടെ വെച്ചാൽ എന്തെങ്കിലും വയറ്റിന് പറ്റുമെന്ന്. പക്ഷെ ഇത് ഫുഡ് കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഗ്യാസ് കയറി കിടന്നുകൊണ്ട് കഴിച്ചുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ വരാറില്ല. പക്ഷെ നല്ല കുത്തൽ വേദന. ഇനി ആ ചിക്കൻ കുറച്ച് കരിഞ്ഞു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേറെയും കുറച്ച് സാധനം കഴിച്ചായിരുന്നു. അത് ഫേമസ് ഡിഷാണ് ഇവിടുത്തെ. എവിടെയെങ്കിലും വയറ് കാരണം എന്തെങ്കിലുമൊക്കെ വേദന വരും തോന്നിയതാ. പക്ഷേ ഇപ്പം എത്ര പെട്ടെന്ന് 9ാമത്തെ ജില്ല എത്തിയപ്പോൾ തന്നെ മോനെ എനിക്ക് എൻ്റെ അലൈനർ ഇല്ല. വീട്ടിൽ പോയിട്ട് അലൈനർ ഒന്ന് എടുക്കണം. അതിനുവേണ്ടി ഇപ്പോൾ വീട്ടിലെത്തായിരുന്നു. എന്തെങ്കിലും ചെയ്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് അലൈനർ എടുക്കട്ടെ. ബോയ്സ്, ഞാൻ ഓടിച്ച് വീട്ടിലെത്തി. എൻ്റെ അലൈനർ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പത്തനംതിട്ട വിടാം. 5 ഡിസ്ട്രിക്ട് ഇപ്പോഴും ബാക്കിയുണ്ട്. ഗേറ്റൊക്കെ ആരും തുറക്കാനില്ല. തുറക്കൂ. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അച്ഛനമ്മനെ കണ്ടിട്ട് ഇപ്പം എത്ര ദിവസം? 8 ദിവസമായിരുന്നു. കരിയുമ്പോൾ മുമ്പ് ഇരിക്കുന്നില്ല. വണ്ടി ഓഫ് ആക്കിയിട്ടില്ല. എലി എത്തിയില്ല. അവനെന്നെ പരിചയമില്ലേ? 8 ദിവസം ഞാൻ മറന്നു. കൊള്ളാണ്. ആരുമില്ലേ ഇവിടെ? എന്നെ കണ്ടിട്ട് ഒരു പരിചയം പോലും കാണിക്കുന്നില്ല. വിഷ്ണു വീഡിയോ തീർന്നില്ലല്ലേ? അലയൻസ് കിട്ടി. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വായിന്നും കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ വിഷുവിന് വീട്ടിൽ എത്തിയില്ല. അപ്പൊ അതിന്റെ കലിപ്പ് ഫുള്ള് എന്റെ മേത്തോടെ തീർത്തു ഗൈസ്. എന്റെ മേത്തോടെ തീർത്തു. ബാക്കി നിങ്ങൾ കാണണ്ട. അത് കണ്ടു കഴിഞ്ഞാൽ പെറ്റമോൾ സൈക്കില്ല. അതുകൊണ്ട് ഞാൻ അത് കാണിച്ചില്ല. എന്നാലും എൻ്റെ വയറുവേദനയ്ക്കും ഒരു ക്ഷാമം ഉണ്ടായി. അതൊക്കെ ആയപ്പോൾ അതുകൊണ്ട് ഞാൻ പത്തനംതിട്ടയിലോട്ട് അപ്പം തന്നെ വീട്ടിൽ നിന്ന് അലൈനർ എടുത്ത് വെച്ചു. അലൈനർ വെച്ചിട്ട് പല്ലുവേദന ദൈവമേ. പുതിയ അലൈനറല്ലേ, അപ്പം ടൈറ്റ് കൂടുതലാണ്. പല്ല് വേദനിച്ച് ഒരു വീഡിയോക്ക് വേണ്ടി ഇറങ്ങിയതാ മോനെ. ഇതിൽ കൂടുതൽ പൈസയും ചെലവാക്കി എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ പോലെ നമ്മളെ വീഡിയോക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഏകദേശം 1400 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അറിയാമോ? 1435 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം വേണം. അവിടെ ഫുൾ കേസ് ഉണ്ട്. കേസ് പൊക്കിയേക്കാം. ഞാൻ തിരിച്ച് കോട്ടയം എത്തി. ഗ്രേപ്പിന് ഡ്രിങ്ക് ഇരിക്കുന്നില്ല. എടുത്തേക്കാൻ പോകുന്നു. ഒരു കേസ് എടുക്കട്ടെ. ഒരു മൂവി കാണാൻ വേണ്ടി കോട്ടയത്തോട്ട് പോകുന്ന വഴി, കോട്ടയത്തല്ല പത്തനംതിട്ട പോകുന്ന വഴി ഒരു മൂവി കാണാമെന്ന് വിചാരിച്ച്. ഓൾറെഡി മൂവിക്ക് ഞാൻ 10 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് നേരത്തെ ഇറങ്ങാൻ നോക്കി. അപ്പോൾ 10 മിനിറ്റ് ലേറ്റ് കവറപ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ നടന്നില്ല. എന്നാലും നമ്മൾ തിയേറ്ററിലെത്തി. ഏതോ ഒരു ആലപ്പുഴ വെച്ച് എന്തോ ഒരു ആലപ്പുഴ എന്ന് പറയുന്ന പേരുള്ള ഏതൊരു പടമാണ്. കൊള്ളാൻ ആരൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ കാണാൻ പോവാം. ഇന്ന് എന്തായാലും അച്ഛനെ കുറേ കേട്ടതല്ലേ. ഇനി 5 ദിവസം എടുക്കും അറ്റ്ലീസ്റ്റ് വീട്ടിൽ തിരിച്ചെത്താനൊക്കെ. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം. ഇതാണ് തിയേറ്റർ. പക്ഷേ ഇത് കണ്ടിട്ട് എന്താ എങ്ങനെയെന്ന് അറിയത്തില്ല. ബോയ്സ്, ഞാൻ ഇപ്പം ഇവിടെ വീഡിയോ കണ്ടോണ്ടിരിക്കുക, പിന്നെ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം നല്ല പടമാണ്. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് 2 മണി രാത്രിയായി. പത്തനംതിട്ടയിൽ എന്താ റൂമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണോ? ഏറ്റവും അടുത്ത റൂം 25-30 കിലോമീറ്ററാണ്. നല്ലൊരെണ്ണം.
എന്തായാലും ഞാൻ ഇനി വിചാരിക്കുന്നത് കാറിൽ തന്നെ കിടക്കാന്ന്. കാറിൽ കിടന്ന് നാളെ ഉഷ്ണിച്ചെഴുന്നേക്കും, അതാ ഒരു കുഴപ്പം. AC ഓണാക്കിയിടണമെന്നുണ്ട്, പക്ഷേ AC ഓണാക്കിയിട്ട് ഞാൻ കാർബൺ മോണോക്സൈഡ് അടിച്ച് രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ. ചെറുതായിട്ട് ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ടുണ്ട്, കാണാമോ, ചെറിയൊരു തുറ. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഞാൻ ഇവിടെ കിടക്കാം. എനിക്ക് ചൂടത്ത് കിടക്കുന്ന ഒരു ചെറിയ ചൂടുണ്ടതാ മുട്ടൽ. എന്തായാലും ആട്ടെ, ഒരുത്തരും കമൻറ്റിൽ പറയുന്നുണ്ട്, ബ്രോ പെട്രോൾ പമ്പിന് സൈഡിൽ പെട്രോൾ പമ്പിൽ പോയി കിടക്കുക, അവനൊക്കെ ഫ്രഷ് രാവിലെ ബാത്റൂമിലും പോവാം, അങ്ങനെയൊക്കെ ആവാൻ പൈസ ലാഭിക്കാന്ന്. പെട്രോൾ പമ്പ് ഞാൻ പോയെന്ന് പറയുന്നു. ഞാൻ ഈ ഒരു വണ്ടിയുടെ പുറകിട്ടിരിക്കുക കേട്ടോ, ഹൈലി ഇൻക്ലൈം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.